ഓറിയോ ഷേക്കും പിന്നെ ഡോണറ്റും. ചേട്ടനെ ഒന്നും മിണ്ടാത്ത. ഇപ്പം നമ്മൾ ഇന്ന് തൊടുപുഴ ആറ്റ്ലസിൽ കാർഡ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആറ്റ്ലസിൽ നമ്മൾ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പേപ്പറിൻ്റെ കൂടെ ഒരു ഓഫർ, ഒരു നോട്ടീസ് കണ്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന് തിരക്കേടില്ല. ഞാൻ മെലിഞ്ഞല്ലോ, 1.5 കിലോ കുറച്ചേ. എത്ര കിലോ കൂടിപ്പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? 10 കിലോ കുറച്ച് എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? 10 പവൻ സ്വർണ്ണം വാങ്ങിച്ചു തരുമോ? അപ്പോൾ ചേട്ടൻ പറയും നീ 10 കിലോ കൂട്ടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. 10 പവൻ സ്വർണത്തിന് ഇപ്പം എത്ര? 15 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതൊക്കെ കാണാനല്ലോ. 349 രൂപ മാത്രമേ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? ഇങ്ങനൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവന് ഷേക്ക് വേണമെന്നാണ് പറഞ്ഞത്. നമ്മൾ വന്ന് കടയിൽ വന്നൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഷേക്ക് വാങ്ങാനായിട്ട് വന്നത്. ഓറിയോ ഉണ്ട്. ഓറിയോ ജ്യൂസ് ഏതാ ഉള്ളത്? ഓറഞ്ച്, പൈനാപ്പിൾ, ഗ്രേപ്പ്, വാട്ടർമെലൺ. ചേട്ടന് ഏതാ വേണ്ട? പൈനാപ്പിള്. 2 പൈനാപ്പിൾ ജ്യൂസ്. എഗ്ഗില്ലേ? മുട്ട പപ്സ് തീർന്നടാ. നോക്കിയിട്ട് വരാന്നോ? നീ നോക്കിയിട്ട് വരാ. അപ്പോൾ ഓർഡർ ചെയ്യണോ? പറയണോ എന്നാ വേണ്ടത്? ഒരു ഓറിയോ ഷേക്കും 2 പൈനാപ്പിൾ ജ്യൂസും. പിങ്ക് ബസ്. പിങ്ക്. അപ്പം ഇന്ന് ആൻസ് കൂട്ടന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും. പാഴ്സലല്ല, ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാൻ കേട്ടോ. അതിനുവേണ്ടി ആൻസ് കുട്ടൻ്റെ പേർക്ക് ഇപ്പം നോക്കാനായിട്ട് പോയേക്കുവാണ്. എന്തൊക്കെ കഴിക്കാനുണ്ടെന്ന് പറയാനായിട്ട് ആൻസ് കുട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. എന്തായിരിക്കാം ആൻസ് കുട്ടൻ്റെ അവിടെയുണ്ട്. അവൻ പോയേക്കുവാ എന്താണ് കഴിക്കാനുള്ളതെന്ന് നോക്കാനായിട്ട്. എന്താ ഭാഗത്ത് ആൻസ് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എഴുന്നേറ്റ് പോകാനും മറ്റു വയ്യ. നമ്മളിവിടെ തൊടുപുഴയിൽ ഇതാണ് ബേക്കറിയുടെ പേര്, ലോഡ്സ് ട്രാവൽസ്. എന്നിട്ട് നീ എന്താ പോയി കണ്ടിട്ട് വന്നേ? അയ്യേ, ഇത്രയും നോക്കാൻ പോയിട്ട് നീ പറഞ്ഞത് അതാണോ? ഡോണറ്റ് പറഞ്ഞെന്ന്. ആ റൗണ്ട് കഴിക്കുന്ന ഉള്ളിയോടെ കഴിക്കണം. നീ ഇന്ന് എന്ത് കഴിക്കണം എന്ന് പറഞ്ഞാലും വാങ്ങിച്ചു തരും. പാഴ്സലില്ല, കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾ 2 പൈനാപ്പിൾ ജ്യൂസും ആൻസ് കുട്ടനൊരു ഓറിയോ ഷേക്കും പിന്നെ ഡോണറ്റും. ചേട്ടനെ ഒന്നും മിണ്ടാത്ത. അപ്പം നമ്മൾ ഇന്ന് തൊടുപുഴ ആറ്റ്ലസിൽ കാർഡ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആറ്റ്ലസിൽ നമ്മൾ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പേപ്പറിൻ്റെ കൂടെ ഒരു ഓഫർ, ഒരു നോട്ടീസ് കണ്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന് തിരക്കേടില്ല, തുണിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓഫർ ഈദ് ഓഫറാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. കുഴപ്പമില്ലാത്തോണമൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പെരുന്നാൾ ഓഫറാണ്, ഈദ് ഓഫറാണ്. കയറി ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ്, നല്ല പാട്ടുകളാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല, വെറുതെ അതിന് കോപ്പിറൈറ്റ് വാങ്ങിച്ചു കൂട്ടണേന്ന് ഓർത്ത്. അപ്പോൾ എന്താ വാങ്ങിയെന്ന് നമ്മൾ കാണിച്ചു തരാം. പിന്നെ ഇപ്പം ആൻസൂട്ടിന് കഴിക്കാനുള്ളത് വരും. അപ്പോൾ മുഴുവൻ കഴിക്കണുണ്ടോ അതോ കഴിക്കാതിരിക്കുമോ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്നാ അത് മുടിയൊക്കെ പൊങ്ങിയിരുന്നോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ആൻസ് കുട്ടനെ ഒന്ന് പിണങ്ങി. എന്നോട് ബാഗി ജീൻസ് എടുത്ത് ഇട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും പാകമില്ല. ഒന്നത് വണ്ണവും വെച്ച്
വയറും ചാടി. എന്നിട്ട് ഇപ്പം ആൾക്കാരിലാണ് ചോദിക്കുക ഗർഭിണിയാണോ. ആ അപ്പോൾ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിനി വെയിറ്റ് ലോസ് ചെയ്തിട്ട് വേണം. അതിന് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യും. ഞാൻ ഒരു ദിവസം നന്നായിട്ട് തിന്ന് 2 ദിവസം ഞാൻ പട്ടിണി നടക്കും. ആ ഇന്ന് ഞങ്ങൾ കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ഞാൻ വെയിറ്റ് ലോസ്റ്റിലാണ്. ഇത് വേണ്ട. ഇതാണ് നമ്മുടെ ആൻസ് കൂട്ടൻ കഴിക്കാനായിട്ട് എടുത്തത് കേട്ടോ. ആൻസ് കൂട്ടൻ കഴിക്കാനായിട്ട് എടുത്തതാണ്. നീ കഴിക്കടാ അങ്ങോട്ട്. ഒന്നും നിന്നെ തിരിച്ചു വന്നിട്ട് കാര്യമുള്ളൂ. വെട്ടും ചക്ക വെട്ടും. എനിക്കൊന്നും കിട്ടില്ല. ചക്കയും വെട്ടി നാളെ ബീഫ് കറി ഉണ്ടാക്കി തിന്നും. എന്നാ നോക്കണേ. ഇച്ചിരി വാങ്ങിച്ചു തരുമോ? വൈ പച്ചക്കറി ഇല്ലല്ലോ വീട്ടില്ല. അതൊരു ഇച്ചിരി ഉള്ളൂ. ആ ഉണ്ട്. ഉണ്ട്. നമുക്ക് നാളെ വൈകിട്ടേക്ക് ചക്ക പുഴുങ്ങി മീൻകറി വെക്കാം. പിന്നെ എന്നാ നമ്മൾ തിന്നണേ? അതൊരു ഇച്ചിരി ഉള്ള. എനിക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാനാണ് തോന്നുന്നത്. നമുക്ക് ചെന്നിട്ട് ചോറ് വെക്കാം. ആ ഇപ്പൊ തിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചുണ്ടോ? അത് വേണ്ട. എനിക്ക് ബേക്കറി വേണ്ട. ചേട്ടൻ പോളിയോ കഴിച്ചു. ഞാൻ ഭയങ്കര ഡയറ്റാ. എന്നിട്ട് ബീഫ് ഞാൻ ഡയറ്റില്ല. ഞാൻ മെലിഞ്ഞല്ല. 1.5 കിലോ കുറച്ചേ. എത്ര കിലോ കൂടിപ്പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? 10 കിലോ കുറച്ച് എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? 10 പവൻ സ്വർണം വാങ്ങിച്ചു തരുമോ? അപ്പൊ ചേട്ടൻ പറയും നീ 10 കിലോ കൂട്ടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. 10 പവൻ സ്വർണത്തിന് ഇപ്പൊ എത്ര? 15 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ചേട്ടൻ്റെ കടമൊക്കെ തീർത്ത് 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ എൻ്റെ കടവും ചേട്ടൻ്റെ കടവും ഒരുമിച്ച് തീരൂല. 15 ലക്ഷത്തിനോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ലേ 15 ലക്ഷത്തിൽ ഞാൻ ചക്കളവും എനിക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ മതി. ഞാൻ ഒരു തിന്നോളാം. 15 ലക്ഷത്തിന് ഫ്രൂട്ട്സ് അല്ല. ഇന്ന് വൈകുന്നേരം പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ. 15 ലക്ഷത്തിന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് തിന്നാൻ മാത്രം കൊണ്ടോടാ ഞാൻ. നീ എന്തോളി പറയണേ? ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിൽ ജലാംശം, അത് ശരീരത്തിലേക്ക് കൂടുതൽ പിടിക്കത്തില്ല. മനസ്സിലായോ? എന്താ ആലോചിക്കുന്നത്? ആ പറ. ചേട്ടനൊന്നുമില്ല. ചേട്ടനുള്ള വന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചോ? ചേട്ടന് പഴംപൊളി തിന്നാനായിട്ട് എനിക്കുണ്ട. എനിക്ക് ജ്യൂസ് മതി. ആ നീ എങ്ങാനൊന്ന് ഷേക്ക് ബാക്കി വെച്ചാ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകുന്നു. നീ നിനക്ക് എല്ലാം തിന്നാൻ വേണോടാ? അതിനെ വേണ്ടാതെ പോയി പറയടാ. എനിക്കിച്ചിരി ചൂട് കഞ്ഞിയായിട്ട് ഇച്ചിരി കാന്താരിമുളകൊക്കെ പൊട്ടിച്ച് ഇച്ചിരി എന്തുവാ വേണ്ട, ഇച്ചിരി ഉള്ളി, ഇച്ചിരി കാന്താരിമുളകൊക്കെ പൊട്ടിച്ച് വേണമെങ്കിൽ ഇച്ചിരി ചക്കപ്പുഴുക്കും കൂടെ ഇടാം അതിലേക്ക്. എന്താ പറയണേ? ഇച്ചിരി ഉണക്കമീനും വറുത്തത്, അല്ല ഇച്ചിരി മീൻ വറുത്തത് കിട്ടിയാലും മതി. പച്ച ആ ഞാൻ പിടിച്ചാൽ പൊങ്ങൂലല്ലോ. ചേട്ടൻ തന്നെ എടുത്തോ? തന്നെയോ അലമാരിയോ? എന്തുകൊണ്ട് പോവോ? ആ കുഴപ്പമില്ല. അപ്പം നമ്മൾ തുണി വെക്കാനായിട്ട് എക്സ്ട്രാ ഒരു അലമാരിയും പിന്നെ ഒരു
സ്റ്റഡി ടേബിളും കൂടെ വാങ്ങിയിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ ആൻസിന് വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ. അത് നമ്മൾ പകൽ പോയി വാങ്ങിച്ചു, അവർ വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് എത്തിയിട്ടുണ്ട്. ഫ്രഷ് നോക്കടാ. ഓ എൻ്റെ പൊന്നോ, ഇവനുള്ള ഓറിയോ വന്നിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഇതാ ഒരു ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കുത്തി നിർത്തണം. ഡാൻസ് കൂട്ടി നിന്ന് നോക്കിക്കോ. അതിലേക്ക് പോകണ്ട, അതവിടെ വെക്ക. തണുപ്പ് വരാം. അത് മതി. ഐസേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോരാ, ഒരു പാത്രത്തിൽ ഐസേട്ടൻ കൊണ്ടുവന്ന പോരാ. നാൻസിൻ്റെ ദിവസമാണ്. നാൻസ് എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. അതല്ല, ഇവിടെ നിന്ന് എന്ത് വേണമെന്ന് പറഞ്ഞാലും സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം. ലോഡ്സ് ബേക്കറി സൈക്കിൾ കട തുടങ്ങിയിട്ടില്ലടാ. ലോഡ്സ് സൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും തോന്നല്ലടാ, അത് ഇവരുടെ ആണോ? അപ്പം ഒക്കെ കണ്ടോട്ടോ, ഇതൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ കയറുന്ന. ഇതിപ്പോൾ റിനോവേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. എടാ ഇത് എന്തുവാടാ, പൊക്കല്ലേ, ഉള്ളതും കൂടെ പോകും. അപ്പോൾ അത് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ കുടിച്ചിട്ട് വേറെ കാര്യത്തിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ആൻസൂട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാം. അപ്പോൾ ഇതാ ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതാണ് നമ്മൾ വാങ്ങിയത്. അതൊക്കെ കാണാനല്ലോ. വെറും 349 രൂപ മാത്രമേ ആയുള്ളൂ. അനുസിനോട് എന്ത് വേണേലും കഴിച്ചോളാൻ പറഞ്ഞു, പക്ഷെ അവൻ അത്രേ കഴിക്കുള്ളൂ. എന്തുവാ എന്നോട് പറഞ്ഞാൽ ഞാനും ഇതായിട്ട് കഴിക്കുമെന്നല്ല. നമുക്കങ്ങനെ കഴിക്കാൻ തോന്നില്ല അല്ലേ? എന്തോരം പറഞ്ഞാലും കഴിക്കില്ല. അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോവാം. എടുത്തോന്ന് നമ്മളായിരുന്നു ഇവിടുത്തെ അവസാനത്തെ കസ്റ്റമർ കേട്ടോ. ഇതാ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ലോഡ്സ് ബേക്കേഴ്സ്, ലോഡ്സ് ട്രാവൽസ്, ബസ് ആൻഡ് ലക്ഷറി ഇതൊക്കെ ഉണ്ടല്ലേ. ബേക്കറി ഉണ്ട്, പിന്നെ ട്രാവൽസ് ഉണ്ട്. അതിലൊക്കെ പഠിച്ച് ഞെക്കും കേട്ടോ. മറ്റേ ഇതാ സോളാറാ ചേട്ടാ. ഇപ്പം എല്ലായിടത്തും സോളാർ. ആർക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ വയ്യ. അത് പൈസ കൊടുക്കണ്ടല്ലോ. അപ്പം ഞാൻ ബെൽറ്റ് ഇട്ടല്ലോ, ബെൽറ്റ്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഒരു ജോലിയായിരുന്നു ഈ ഇരിക്കുന്നത് കേട്ടോ. അതെല്ലാം നമ്മൾ ഇവിടെ അരിഞ്ഞ കയറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. മാങ്ങ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനാണെങ്കിൽ നാടൻ മുട്ട കഴിക്കത്തില്ല, അങ്ങനത്തെ മുട്ട കഴിക്കും. പിന്നെ ഇത് വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഡ്രസ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തികയാതെ വന്നപ്പോൾ നമ്മൾ പോയിട്ട് ഒരു സ്റ്റീലിൻ്റെ അലമാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണിത്. ഒരു സ്റ്റീൽ അലമാര നമ്മൾ വാങ്ങിച്ചു.
കണ്ടോ. ഇവിടെ ഇരിക്കുന്ന അത് അലമാര പോലെ തന്നെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് തുണിയും കൂടെ ഇതിനകത്തേക്ക് വെക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ്. ഗോദ്രേജിൻ്റെയാണ്. പിന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു സ്റ്റഡി ടേബിള്. ഇത് പിന്നെ ആനസൂട്ടിന് വേണ്ടി വാങ്ങിയതാണ് സ്റ്റഡി ടേബിള്. അതാണ് പിന്നെ അവനിങ്ങനെ ഇരുന്ന് സ്റ്റഡി ചെയ്യാറൊന്നും ഇല്ലെങ്കിലും അവനെന്തെങ്കിലും എഴുതി പഠിക്കണമെങ്കിലൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാം. ഇതെല്ലാം ഇനി വെക്കാനൊരു സ്ഥലം കണ്ടെത്തി വേണം വെക്കാനായിട്ട്. ഇവിടെ ബുക്സ് എല്ലാം അങ്ങനെ അടുക്കി പറക്കിയൊക്കെ. അപ്പോൾ എനിക്കും കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ അതുങ്ങളെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ എവിടെയെങ്കിലും ഒന്ന് അടുക്കി വെക്കാൻ നോക്കാം. അവൻ എപ്പോഴും എടുക്കാവുന്ന പുസ്തകവും ബുക്കൊക്കെ ഇതിനകത്തൊക്കെ വെച്ചോട്ടെ. എനിക്കും കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. നല്ല സാധനമാണ് കേട്ടോ. നമ്മൾ വാങ്ങിയത് മങ്ങാട്ടുകാലയിൽ പാണങ്കാട്ടെന്നും പറഞ്ഞിട്ട്, മങ്ങാട്ടുകാലയിൽ നിന്ന് മുതലക്കുളത്തിന് വരുന്ന ഭാഗത്തായിട്ട് മാഞ്ചോടിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ടാണ് പാണങ്കാട്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഷീ സ്റ്റൈലെന്നും പറഞ്ഞുകൊണ്ടൊരു സ്റ്റിച്ചിങ് സെൻറ്റർ വിത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട്. ചെറിയൊരു സ്റ്റിച്ചിങ് സെൻറ്റർ പിന്നെ ഒരു ടെക്സ്റ്റൈൽസും കൂടെ കൂടിയിട്ടാണ്. അപ്പം അവിടെ ഈ ബൊമ്മയെ ഇങ്ങനെ ഒരു സാരി ഉടുപ്പിച്ച് നിർത്തിയേക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പഴയ സാരി ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലത്തെ ഒരു സാരി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ കയറിയതാണ്. അപ്പോൾ ബൊമ്മേനെ ഉടുപ്പിച്ച സാരി അഴിച്ച് തരാമെന്ന് അവർ പറഞ്ഞു. ആ ഡിസൈനിൽ വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ സാരി എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങാൻ കയറിയത്. പക്ഷെ സത്യത്തിൽ ഇത് ബ്ലാക്ക് അല്ല. സത്യത്തിൽ ഇത് ബ്ലൂ ആണ്, നേവി ബ്ലൂ ആണ് കേട്ടോ. കണ്ടാൽ ബ്ലാക്കായിട്ട് തോന്നുള്ളൂ. ഇത് അതിൻ്റെ വിത്ത് ബ്ലൗസാണ്. പിന്നെ ഇത് അതിന് വേണ്ടി എടുത്ത ലൈനിങ് മെറ്റീരിയലാണ്. ഇത് അതിന് വേണ്ടി എടുത്ത സാരി ഫോളാണ്. ഇതാണ് സാരി. എനിക്കിങ്ങനൊരു സാരി ഉണ്ടായിരുന്നു കൊണ്ട് ബിഎഡൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുത്തന്നേ ഉള്ളൂ. ശരിക്കും ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇത് പശയൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ഒന്നോടെ ഒന്ന് പറന്ന് നിന്നേക്കുമെന്ന് തോന്നി. ഏതായാലും ഒന്ന് ഉടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. അപ്പം അന്നുണ്ടായിരുന്ന എൻ്റെ സാരിയിൽ ഇങ്ങനെ ഇതുപോലത്തെ ഡിസൈനിൽ പിന്നെ ഒരു യെല്ലോ കളർ ചെറുതായിട്ട് ആ വൈറ്റിൻ്റെ നടുക്കോടെ ഒരു യെല്ലോ ഷെയ്ഡോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി അത് വാങ്ങണം. ഉണ്ടായിരുന്നാണല്ലോ. അതുപോലെ ഞാനിപ്പോൾ ആഗ്രഹിച്ച് നടക്കുന്നതാണ് ബ്ലാക്ക് ചുരിദാർ, സൈഡ് ഓപ്പൺ ആയ സൈഡ് സ്ലിറ്റുള്ള ഷിഫോൺ മെറ്റീരിയൽസ്, ജോർജറ്റ് മെറ്റീരിയൽസിലുള്ള ഒരു ബ്ലാക്ക് ചുരിദാർ. ആ ബ്ലാക്ക് ചുരിദാറിനുള്ളിൽ ലൈനിങ് മെറ്റീരിയലും ജോർജറ്റ് തന്നെയാണ്. അത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയേക്കുവാണ്. അത് റെഡ് കളർ. എന്നിട്ട് ഇത്രയും ഷോൾഡർ. എന്നിട്ട് ഇവിടെ എല്ലാ ബീഡ്സ് വർക്കാണ്. ഗോൾഡൻ കളറിലും ഉള്ള ബീഡ്സ് വർക്ക്, ഗോൾഡൻ ആൻഡ് റെഡ് കളറിലുള്ള ബീഡ്സ് വർക്ക്. ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വരും. എനിക്ക് ഉണ്ടായിരുന്നൊരു ചുരിദാർ. അതിന് റെഡ് കളറിലുള്ള ബോട്ടവും റെഡ് കളറിലുള്ള ഷോളും ആയിരുന്നു. ഡിഗ്രി പഠിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നായിരുന്നു. എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഞാനത് കസ്റ്റമൈസ്ഡ് ചെയ്യാനായിട്ട് ഡിസൈൻ എടുത്ത് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ വാങ്ങിയത് 700 സംതിങ് അങ്ങനെ എന്തോയായിരുന്നു അതിൻ്റെ വില. പിന്നെ ആൻസൂട്ടന് നമ്മൾ അറ്റ്ലസിൽ നിന്ന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസൂട്ടിന് വാങ്ങിയ ഉടുപ്പ് ആൻസ് ഇപ്പം കുളിച്ചുകൊണ്ടിരിക്കുക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ. അപ്പോൾ പള്ളിയിൽ പോയി വേദപാഠം ക്ലാസ് ഉണ്ട്, ക്യാച്ചസം, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആൻസൂട്ടൻ വന്നിട്ട് വായിച്ച് പഠിക്കാനായിട്ട് ഇരിക്കും. അന്നത്തേക്ക് നമുക്ക് സ്റ്റഡി ടേബിളൊക്കെ ഒരുക്കി കൊടുക്കണം.
അവിടെ അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അതിൻ്റെ റൂം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ കട്ടിലിങ്ങോട്ട് എടുത്തിട്ടു കേട്ടോ. കട്ടിലിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. TV ഒക്കെ വെച്ചിട്ട് കാണാനൊക്കെ നല്ല സുഖമാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ആൻസ് കുളിക്കാൻ കയറിയിട്ട് കുറേ നേരം ഇതുവരെ ഇറങ്ങി വരുന്നില്ല. കുളിച്ചിട്ട് പുതിയ ഉടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് കാണാം. ഇതാ നമ്മുടെ ആൻസൂട്ട കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടൊക്കെ കൊടുത്ത് ബോഡി എല്ലാം എടുക്കണ്ടേ. ഏതെങ്കിലും ഓർമ്മ ഇട്ടുകൊണ്ട് പോയാൽ മതി. ആ പാൻറ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു വണ്ണം. അപ്പം നീ വണ്ണം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ആദ്യം. അതിട്ടോ. ആ ഉടുപ്പ് ഇവിടെ വെച്ചിട്ടോ പൂച്ചിക്കൂട്ടി വെക്കല്ലേ, വീഡിയോയിൽ കാണിക്കാറില്ല. പാൻറ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോടാ. ആൻസൂട്ടൻ്റെ ഒരു ഉടുപ്പ് ഇതാണ് കേട്ടോ. പാൻറ്റിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉടുപ്പിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൈ പതുക്കെ ചുരുട്ടി തണ്ടയിലേക്ക് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കയറ്റിക്ക്. അങ്ങനെ വെച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ വെക്കണം. ആ ഒരു ലുക്കാത്. ആ ലുക്കൊന്നും നമുക്ക് വേണ്ട. അടുത്ത ഉടുപ്പെടുത്തോണ്ട് വാ. ഇടാനല്ല, കാണിച്ചാൽ മതി നീ. ആ ഇത് കാക്കി കളറല്ലടാ. അതെൻ്റെ പുറകിൽ. പിന്നെ അടുത്ത ഉടുപ്പെടുക്ക. ഇങ്ങോട്ട് വയ്ക്കേ, ഇവിടെ വയ്ക്കേ. ബ്യൂട്ടിഫിക് ഫൈറ്ററോ? ബാക്ക് എങ്ങനെയാ? ഞാൻ അടുത്ത ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. നിനക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം. ആ ക്രിസ്മസ് ഫാദറിൻ്റെ ഉടുപ്പ് അതെന്തേടാ? വാ, ഇത് നല്ല ഉടുപ്പാണ്. താനെടുത്ത ഉടുപ്പുകളെല്ലാം എനിക്കിഷ്ടം. ഇതോളോ തീർന്നോ? ഇപ്പോൾ വൈൻഡപ്പ് ചെയ്തിട്ടോ വാടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.